അതിജീവിത പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ്, ഇന്നലെ 8 മണിക്ക് ശേഷമാണ് ഇമെയിലായി പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം വീട്ടമ്മ പരാതി നൽകിയതാണ്. അതിന്മേലുള്ള തുടർ നടപടികൾ ഒന്നും നടക്കാത്ത ഘട്ടത്തിലാണോ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അവർ എത്തുന്നത്? ഉറപ്പായും ഗുരുതരമായ ചട്ടലംഘനമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സുജിയ. അതായത് ഇന്നലെ രാവിലെ 8:30യോടുകൂടി മുഖ്യമന്ത്രിക്കും DGPക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിജീവിത പരാതി നൽകിയെങ്കിലും 24 മണിക്കൂർ പിന്നിട്ടിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അതിജീവിത ഇന്നിപ്പോൾ 2 അഭിഭാഷകർക്കൊപ്പം ഇന്നിപ്പോൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. പരാതി നൽകിയപ്പോൾ പരാതി സ്വീകരിച്ചു എന്നല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ റെസീറ്റ് വാങ്ങി പോയിക്കോളൂ എന്ന രീതിയിലുള്ള സമീപനമായിരുന്നു. FIR എടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല. അതിജീവിതയുണ്ട് നമുക്കൊപ്പം, കൂടെ വന്ന ഹൈക്കോടതി അഭിഭാഷകൻ ഫിർദൌസ് ഉണ്ട് നമുക്കൊപ്പം, അതുപോലെ പൊന്നാനിയിലെ അഭിഭാഷകൻ നൌഷാദ് ഉണ്ട് നമുക്കൊപ്പം. നമുക്ക് ആദ്യം പരാതിക്കാരിയിലേക്ക് പോകാം. എന്തായിരുന്നു ഉണ്ടായത്? ഞങ്ങൾ പോയിട്ട് 1 മണിക്കൂറോളം ഞങ്ങളവിടെ നിന്ന് ഇരുത്തിയിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് തന്നില്ല. കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളെ വിളിച്ച് വക്കീലിനെ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് FIR ഒന്നും തന്നില്ല. റെസീറ്റ് പോയി മേടിച്ചിട്ട് പൊയ്ക്കോന്ന് അറിഞ്ഞു. അപ്പോഴേ ഞങ്ങൾ റെസീറ്റ് മേടിച്ച് വന്ന് അപ്പോൾ ഒരു താരം നോട്ടം എൻ്റെ കേസ് പോലും അയാൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാവട്ടെ, എൻ്റെ കൂടെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഭയങ്കര ദേഷ്യം പിടിച്ച പോലെയാണ് മുഖം കാണിച്ചത് ഞങ്ങളോട്. നല്ല രീതിയിലല്ല പെരുമാറി? ഇല്ല, നല്ല രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. പരാതിക്കാരിക്കൊപ്പം അകത്തേക്ക് പോയ ഹൈക്കോടതി അഭിഭാഷകൻ ഫിർദൌസ് നമുക്കൊപ്പം ചേരുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ല, ഇവരുടെ ഇന്നലെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ TV-യിലെല്ലാം കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിലേക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടും ഇവരേനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആദ്യം. എന്നിട്ട് നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അവരോട് കാര്യം പറഞ്ഞപ്പോഴും അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പേടിയായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ ഇനി എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും എന്നുള്ള പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ കൂടെ വരാം, നിങ്ങൾ പരാതി കൊടുക്കൂ. നമ്മളിപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ FIR ഇടാനുള്ള റൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ശരിക്കും നടപടികൾ ചെയ്യേണ്ടത് നമ്മൾ താഴെ തലത്തിൽ നിന്ന് തന്നെയാണ് പരാതി കൊടുത്ത് പോകേണ്ടത്. അഥവാ പോലീസ് FIR ഇട്ടിട്ടില്ലെങ്കിലും വിവരം കിട്ടിയവണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൈമാറാമല്ലോ. അത് സ്വാഭാവികമായിട്ട് കൈമാറണം. മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയാൽ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ അത് കൺസേൺ DGPക്ക് ഫോർവേഡ് ചെയ്യണം, DGP കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യണം. അത് നടന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ ഇൻഫർമേഷൻ വന്നാൽ ഉടനെ ആ ഇൻഫർമേഷൻ്റെ ബേസിൽ FIR ഇടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞിട്ട് പോലീസിന് എൻക്വയറി നടത്താം. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഈ FIR എന്ന് പറയുന്നത്. ഒരു ക്രൈമിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് ആദ്യം FIR ഇടുക എന്നുള്ള നടപടിയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങളിവിടെ വന്നു, ഈ പരാതി എഴുതി കൊടുത്തു അവർ സ്വാഭാവികമായിട്ട് അവരുടെ രജിസ്റ്ററിൽ പരാതി എഴുതി റെസിപ്റ്റിൻ്റെ അത് തയ്യാറാക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് CIനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം CIനെ കണ്ടു. CI ചോദിച്ചു എന്താണ് വേണ്ടത് ചോദിച്ചു പരാതി നോക്കിയതിനു ശേഷം. അപ്പോൾ ഇവർ പറഞ്ഞു കേസെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു കേസെടുക്കാൻ അത് ഒരു അനുഭവ രീതിയിലുള്ള മറുപടി അല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ഇടപെട്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ റെസിപ്റ്റ് കൊടുക്കണം. അപ്പോൾ റെസിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു അയാൾ. പറഞ്ഞു റെസിപ്റ്റ് കൊടുക്കുന്നതിന് കൂടെ നെക്സ്റ്റ് FIR ഇടണമെന്ന് പറഞ്ഞു. FIR ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് FIR ഇടാൻ പറ്റില്ല? അത് ഞങ്ങൾക്ക് പ്രാഥമിക അന്വേഷണം നടത്തണം, അതിനുശേഷം FIR ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ ഈ 376 പോലുള്ള ഒഫൻസൊക്കെ വന്ന് ഒരു പോലീസിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് FIR ഇടുക എന്നുള്ള നടപടിയാണ്. അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പോൾ സമീപകാലത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് എത്ര ചലച്ചിത്ര താരങ്ങൾക്കെതിരെ FIR ഇട്ടു. അവർ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് FIR ഇട്ടിരിക്കുന്നത്. MLA മുകേഷിനെതിരെ വരെ FIR ഇട്ടില്ല. അത് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണോ? അപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനേക്കാൾ മുന്നെയാണ് FIR ഇടേണ്ടത്. FIR-ലല്ലേ പോലീസിന് വിവരം കിട്ടുന്നത്. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് വിചാരിച്ചാൽ പോലീസ് FIR ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ നമ്മളൊരു കോപ്പി ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ജില്ലാ പോലീസ് മേധാവിയും FIR ഇട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കൺസേൺ മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും. മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി ആ കേസ് കേട്ടാൽ 24 മണിക്കൂറിൽ FIR ഇടണം എന്നുള്ളതാണ് നിയമം. ആ FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുക. വേണമെങ്കിൽ പോലീസിന് ഇനിയും ഇതേമാതിരിയുള്ള അക്യൂസ്ഡിനെ കൊണ്ട് ഇരേനെ ഇനിയും അവഹേളിക്കാം. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ആ CIയുടെയും അതേമാതിരി അക്യൂസ്ഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞങ്ങളിതിലേക്ക് ഇംഗ്ലൈൻ ചെയ്യാനുള്ള കാരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും ഒരു അക്യൂസ്ഡും ഇരയ്ക്കെതിരെ അങ്ങനെ പറയാൻ പാടില്ല.
ഇര എന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുത്തു. എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയിൽ അക്യൂസ്ഡ് വന്നിട്ട് വിചാരണ നടത്തുകയാണ് ചെയ്യേണ്ടത്. അയാൾ നിയമത്തിന് വിധേയമാണോ? അയാൾ നിയമപാലകനും കൂടിയാണ്. അയാൾ ശിക്ഷിച്ചു കളഞ്ഞു. അയാൾ വിചാരണ നടത്തി കഴിഞ്ഞു. പകുതി വിചാരണ കഴിഞ്ഞു. പബ്ലിക്കിൻ്റെ ഇടയിൽ എന്തായി? ഇവർ തെറ്റുകാരിയാന്നുള്ളൊരു പൊതുബോധം അയാൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചെങ്കിൽ, ഇവരിഞ്ഞ് തെറ്റുകാരി ആയിക്കോട്ടെ, ഹണി ട്രാപ്പിൻ്റെ ആളായിക്കോട്ടെ, ഇനി ഇതേമാതിരി പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ആളായിക്കോട്ടെ, എന്നാൽ ഈ പോലീസുകാരന് ഇവരെ പീഡിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? പോലീസുകാരന് ഇവരെ ശരീരത്തിൽ തൊടാനുള്ള റൈറ്റ് ഉണ്ടോ? ഇവരങ്ങനെ നടക്കുന്ന ആളാന്ന് വിചാരിച്ച് പോലീസുകാരന് കയറി പിടിക്കാൻ പറ്റുമോ? ഈ പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി ഇവിടെ ഇല്ല. ഹണി ട്രാപ്പും ഇല്ല, മറ്റൊരു പരാതിയും ഇല്ല. അത് അവരുടെ ഡിഫൻസ് വിചാരണ നടത്തുന്നതല്ലേ, അവർ ഡിഫൻസ് എടുക്കുന്നതല്ലേ. ഇതെല്ലാം കോടതിയിലല്ലേ അവർ പറയേണ്ടത്. അവർക്ക് എന്തെല്ലാം റെമഡി ഉണ്ട്. ഇപ്പോൾ FIR ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കോടതിയെ സമീപിച്ചിട്ട് കോടതിയോട് പറയാം, ഇത് ഇന്ന കാരണങ്ങളാൽ എനിക്കെതിരുള്ള കേസ് നിൽക്കില്ല എന്ന് പറയാം. കോടതിക്ക് അത് ഗ്രാവിറ്റിയുള്ള അതിൽ ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിക്കാം. അല്ല, അത് പറയുന്നത് ഫാൾസാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ട് വിധിക്കാം. അതാണ് ഇതിന് നടപടികൾ. അതല്ലാണ്ട് വിചാരണ നടത്തിയിട്ട് ഇവരെ തേജോവധം ചെയ്യല്ല പോലീസ് ചെയ്യേണ്ടത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ടാണോ നൗഷാദ് വക്കീലെ ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പോലീസ് ലോബി തന്നെയുണ്ട്, യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനി CI, അതിൻ്റെ മേലുദ്യോഗസ്ഥനായ DYSP, അതേപോലെ തന്നെ അതിൻ്റെ മേലുദ്യോഗസ്ഥനായ SP അടക്കം ഇതിനകത്ത് ശൃംഖലയായി പ്രവർത്തിക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട, ഇതിനകത്ത് ഇരയായിട്ടുള്ള സ്ത്രീക്ക് ഒരു കാരണവശാലും നീതി ലഭിക്കില്ല എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. കൃത്യം നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനായതുകൊണ്ട് ഈ വിനോദിനെതിരെയുള്ള ഇത്തരം കേസുകൾ വ്യക്തിപരമായി പോലും അനുഭവമുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇതിനു മുൻപായിട്ട് ഒരു വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും വാഹനം മോഷണം പോയ കേസിൽ വാഹനം നഷ്ടപ്പെടുകയും തുടർന്ന് പരാതിക്കാരനായ നഷ്ടപ്പെട്ട ഉടമ കോടതിയിൽ സമീപിക്കുകയും തുടർന്ന് വാഹനം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയെ സമീപിച്ച് ഉത്തരവ് സമ്പാദിക്കുകയും അതിനുശേഷം ആ വാഹനം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷൻ സമീപിച്ചപ്പോൾ ആ വാഹനം തന്നെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഈ സമയത്തെല്ലാം SHO ആയിട്ടുള്ള ഈ വിനോദ് വെളിയാറ്റൂർ എന്നവരാണ് ഇതിന് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട്. സുജിയ കേട്ടല്ലോ അല്ലേ, ഇതൊരു കേസ്, അതായത് ഈ നൗഷാദ് വക്കീലിൻ്റെ വ്യക്തിപരമായ കേസ്. ഇതുപോലെ 100 കണക്കിന് കോളുകളും മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ കാണിക്കുന്നത്? അതായത് നമ്മൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മാറ്റർ 376 പോലത്തെ ഒരു ഒഫൻസിന് നിയമം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, പ്രിലിമിനറി എൻക്വയറിയുടെ ആവശ്യമില്ല. കാരണം പരാതിക്കാരി നേരിട്ട് വന്ന് ഒരു പരാതി നൽകുമ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ട ആവശ്യമില്ല എന്ന് പല സുപ്രീം കോടതി ഡിസിഷൻസും നമ്മുടെ മുന്നിലുണ്ട്. പോലീസുകാർക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഇരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഒരു പ്രിലിമിനറി എൻക്വയറി, ഒരു വിക്ടിം നേരിട്ട് വന്ന് ഒരു പരാതി നൽകുമ്പോൾ എന്തിന് പോലീസ് ഇങ്ങനെ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ട ആവശ്യകത നമുക്കെപ്പോഴും ഈ പരാതിക്കാരിക്ക് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാജയത്തിലേക്ക് പോകുന്നൊരു ഭയം നമുക്ക് ഇതിൽ വ്യക്തമായിട്ടുണ്ട്. ഈ പ്രിലിമിനറി എൻക്വയറി ആവശ്യമില്ല. പരാതിക്കാരി നേരിട്ട് വന്ന് പരാതി തരുമ്പോൾ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തി ഇനി അതൊരു അന്വേഷണം നടത്തി എന്തിനെ എല്ലാതും വ്യക്തമായിട്ട് പരാതിക്കാരി എഴുതി കൊടുക്കുക വരുന്നുണ്ടായി. ഈ എഴുതി കൊടുക്കുമ്പോൾ പോലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തോന്നിയത് പരാതിക്കാരോട് സംസാരിക്കാൻ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വനിതാ ഉദ്യോഗസ്ഥരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ പോലും ഈ വിക്ടിമിന്റെ അടുത്ത് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ള ദയനീയമായ കാഴ്ച കാണാൻ ഞങ്ങൾക്ക് എന്നും ചോദിച്ചു. നമ്മള് വിക്ടിമിന്റെ മുടി രേഖപ്പെടുത്തുന്നുണ്ടോ ചോദിച്ചാൽ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ആ കാര്യം വ്യക്തമാണല്ലോ അല്ലേ? അതായത് സിനിമാ താരങ്ങൾക്ക് മറ്റൊരു നീതി, അവർക്കെതിരെ ആര് പറഞ്ഞാലും 24 മണിക്കൂറിനുള്ളിൽ FIR ആണ്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മറ്റൊരു നീതി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതെ, ഇവിടെ താരസംഘടനയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വേണ്ടതാണ്. സിനിമാ താരങ്ങൾക്ക് നേരെ ആരോപണം ഉയർന്നപ്പോൾ അവർക്കെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് FIR ഇടാൻ, കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ആ കേസ് കൈമാറാൻ കാണിച്ച ആ ഒരു വേഗത ഇവിടെ പോലീസുകാർക്കെതിരെയുള്ള പരാതിയാകുമ്പോൾ ഒരു രസീത് കൊടുത്ത് പരാതിക്കാരിയെ മടക്കുകയാണ്. അവർ നുണപരിശോധന അടക്കം തയ്യാറാണ് എന്ന് പറയുന്നു. FIR ഇതുവരെ ഇട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ബലാത്സംഗം നടന്നു എന്ന പരാതിയാണ് വീട്ടമ്മ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ തുടർ നടപടി ഉണ്ടാകുമോ എന്നറിയണം.